പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത് വിശുദ്ധ യൂദാ തദ്ദേശ അപ്പോസ്തലന് മുന്നിലാണ്. നിങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കമൻ്റായി എഴുതുക. പ്രാർത്ഥനയുടെ കൂടെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ വിശുദ്ധ യൂദാ തദ്ദേശിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയെ വലിയൊരു കൂട്ടായ്മയാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക. പ്രാർത്ഥനയിലേക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ ദൈവമേ, അവിടുത്തെ വിശ്വസ്തദാസനും അപ്പോസ്തലനുമായ വിശുദ്ധ യൂദാ തദ്ദേശിൻ്റെ മധ്യസ്ഥത തേടി ഞങ്ങൾ അവിടുത്തെ തിരുമുൻപിൽ അണയുന്നു. ഈ ലോകത്തിൽ നിരാശയുടെയും വേദനകളുടെയും ഇരുളിൽ അകപ്പെട്ടുപോയ ഞങ്ങൾക്ക് പ്രത്യാശയുടെ വെളിച്ചമായി അവിടുന്ന് നൽകിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ യൂദാ തദ്ദേശ്. കർത്താവായ ഈശോമിശിഹായുടെ വചനത്തിലും സ്നേഹത്തിലും വിശ്വസിച്ച് ജീവിച്ച വിശുദ്ധ യൂദാ തദ്ദേശേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കണമേ. വിശുദ്ധ യൂദാ തദ്ദേശ് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു. അവിടുത്തെ വിശ്വസ്ത ബന്ധുവും സുവിശേഷ സത്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ വരെ രക്തസാക്ഷിത്വത്തിലൂടെ സമർപ്പിച്ച ധീരനായ ദൈവദാസനുമായിരുന്നു അവിടുന്ന്. വിശുദ്ധ യൂദാ തദ്ദേശ് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു വചനമുണ്ട്. യൂദാ 1:20-21. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പരിശുദ്ധമായ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ വളർത്തുവിൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവിൻ, നിത്യജീവനിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കരുണയെ കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇത് ഏത് കഠിനമായ സാഹചര്യത്തിലും ദൈവവിശ്വാസം കൈവിടാതിരിക്കാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവകൃപയാൽ സാധ്യമാക്കാൻ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദ്ദേശേ, കർത്താവിൻ്റെ വിശ്വസ്ത മിത്രമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളും വേവലാതികളും സമർപ്പിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോഴും മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ തകരുമ്പോഴും നിരാശയുടെ വിപത്തുകൾ ഞങ്ങളെ ചുറ്റിമുറിയുമ്പോഴും ഞങ്ങൾക്ക് ഓടിയെത്താൻ അങ്ങെന്ന അഭയകേന്ദ്രമുണ്ട്. കഠിനമായ രോഗങ്ങളാലും ആകുലതകളാലും വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ മധ്യസ്ഥത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സൗഹിതായമായ കൈകൾ അവരുടെ മേൽ പതിക്കട്ടെ. കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും വഴിമുട്ടി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അങ്ങ് വഴികാട്ടിയാകണമേ. അകൽച്ചയിലും കലഹത്തിലും കഴിയുന്ന കുടുംബങ്ങളിൽ തിരുക്കുടുംബത്തിൻ്റെ സമാധാനവും സ്നേഹവും വീണ്ടും നിറയ്ക്കണമേ. അനുയോജ്യമായ ജോലിയും ആശ്വാസകരമായ ജീവിതമാർഗവും കണ്ടെത്തുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങളും സങ്കടങ്ങളും വിശുദ്ധ യൂദാ തദ്ദേശിനോട് പ്രാർത്ഥിക്കുക. ഓ വിശുദ്ധ യൂദാ തദ്ദേശേ, പ്രത്യാശയറ്റവരുടെ പ്രകാശമേ, എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഈ കാര്യം കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇത് ഭക്തിപൂർവ്വം എല്ലാവരും ഏറ്റുചൊല്ലുക. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്രിസ്തുവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, ഈശോയുടെ വിശ്വസ്ത അപ്പോസ്തലനായ വിശുദ്ധ യൂദാ തദ്ദേശേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അസാധ്യ കാര്യങ്ങളുടെയും നിരാശയുടെയും മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദ്ദേശേ, കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവദാസനായ വിശുദ്ധ യൂദാ തദ്ദേശേ, സകലവിധ ദുഃഖങ്ങളിലും ആശ്വാസം നൽകുന്ന വിശുദ്ധ യൂദാ തദ്ദേശേ, അത്ഭുത സൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന വിശുദ്ധ യൂദാ തദ്ദേശേ, പാപികളിൽ അനുതാപവും മനപരിവർത്തനവും ഉണ്ടാക്കുന്ന വിശുദ്ധ യൂദാ തദ്ദേശേ, കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകുന്ന വിശുദ്ധ യൂദാ തദ്ദേശേ, കടബാധ്യതകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്ന വിശുദ്ധ യൂദാ തദ്ദേശേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന വിശുദ്ധ യൂദാ തദ്ദേശേ, ദൈവത്തിൻ്റെ കുഞ്ഞാടായ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാടായ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മഹത്വപൂർണനായ വിശുദ്ധ യൂദാ തദ്ദേശേ, അങ്ങയുടെ അത്ഭുതകരമായ സഹായത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയെ ഞങ്ങളുടെ മധ്യസ്ഥനായി സ്വീകരിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയും നിരാശനായി മടങ്ങിപ്പോയിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും ഞങ്ങൾ വളരുവാൻ അങ്ങ് പ്രാർത്ഥിക്കണമേ.
ജീവിതത്തിലെ സങ്കടക്കടലുകളിൽ ഞങ്ങൾ തളർന്നു വീഴുമ്പോൾ അവിടുത്തെ കരങ്ങൾ നീട്ടി ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവായ ഈശോമിശിഹായുടെ പക്കലെത്തിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും അത്ഭുത സൗഖ്യങ്ങളും സാമ്പത്തിക ഭദ്രതയും മാനസിക സമാധാനവും നേടിത്തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങളുടെ കോളത്തിൽ, അതായത് കമൻറ്റ് ബോക്സിൽ എഴുതുന്ന നിയോഗങ്ങൾ എല്ലാവരും നിയോഗങ്ങൾ മാത്രം വെച്ചതായിട്ടാണ് ഞാൻ വായിച്ചത്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ആരും നന്ദി പറഞ്ഞതായി കണ്ടില്ല. നിങ്ങൾ നിയോഗങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവം അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ, ഇതുവരെ തന്ന ജീവിതത്തിന് നമ്മൾ നന്ദി അർപ്പിക്കണം. നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും നിയോഗത്തിന് മുന്നായി ദൈവത്തിന് നന്ദി അർപ്പിച്ചതിന് ശേഷം നിയോഗങ്ങൾ വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.